ആലപ്പുഴ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മോഷണ കുറ്റത്തിൽ പിടിയിലായ കുറുവ സംഘാംഗം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അതിലേക്ക് തമിഴ്നാട് തേനി ജില്ലയിലെ രാമാചിപുരം, പ്രത്യേകിച്ച് തിരുച്ചിറപ്പള്ളി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത തിരുട്ട് ഗ്രാമമാണ് തിരുച്ചിറപ്പള്ളി. അവിടെയെല്ലാം ഞങ്ങളുടെ പോലീസ്, നമ്മുടെ ഈ സ്ക്വാഡ് ഇവർ വളരെ രഹസ്യപരമായിട്ട് ആരും തന്നെ നിങ്ങൾ ഒന്നും തന്നെ അറിയാതെ വളരെ കോൺഫിഡൻഷ്യലായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇതേ ടീം തന്നെയാണ് സുഭദ്രാവധ കേസിലും പ്രവർത്തിച്ച് അവരുടേതായിട്ടുള്ള മാറ്റ് തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ജില്ലാ പോലീസിന് വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ MP മോഹനചന്ദ്രൻ IPS അവർ ഇന്ന് ചില അസൗകര്യങ്ങൾ മൂലം ലീവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതേ രീതിയിൽ നിങ്ങളെ കാണുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിപ്പം മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പം ഇറക്കുന്നതാണ്. അതെ, ഇതിപ്പം കാണുന്നത് നമ്മൾ ഒക്ടോബർ 29 ഒരു വിഷ്വലാണിത്. ഇത് ഒക്ടോബർ 29 വിഷ്വലാണ്. നമ്മളെല്ലാം കണ്ട് കഴിഞ്ഞ വിഷ്വലാണ് ഇത്. ഇന്നലെ നമ്മൾ ഇതേ രീതിയിലുള്ള ട്രയൽ നടത്തിയ വിഷ്വലാണ്. ഇപ്പോൾ എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. ഇത് തന്നെ ഈ സന്തോഷ് സെൽവമാണ് നിൽക്കുന്നത്. അതയച്ചോളാം. യെസ്, അതിൽ കാണാൻ പറ്റി നെഞ്ചിൽ പച്ച കുത്തിയ ഭാഗങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അത് ഈ പറഞ്ഞ ഇയാളുടെ കൂട്ടത്തിലുള്ള ആളെ പറ്റി അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് ആ എവിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ അയാളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു സന്ദേഹത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. വെരിഫൈ ചെയ്യുന്നത് പച്ച കുത്തി ഇതിൻ്റെ ഈ മുഖം, ഫേസ്, കണ്ണുകൾ, മറ്റ് ആകാരപടിവ്, ശരീരങ്ങൾ എല്ലാം, ആ ബോഡി ലാംഗ്വേജും എല്ലാം. യെസ്, ശരി. ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ മോഷണത്തിൽ പിടിയിലായത് കുറുവ സംഘാംഗം തന്നെയെന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. സന്തോഷ് സെൽവം പ്രതി എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ഡിവൈഎസ്പിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. MM രാകേഷ് നൽകും വിവരങ്ങൾ. രാകേഷ്, കുറുവ സംഘത്തെ സംബന്ധിച്ച് കൂടുതൽ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിനുള്ളത്? സന്തോഷ് സെൽവം തന്നെയാണ് ഇതിൽ കുറുവ സംഘാംഗം തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? എന്താണ് വിശദാംശങ്ങൾ? CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. രാകേഷ്, കൃത്യമായി തന്നെ പോലീസ് അതിൽ ട്രയലൊക്കെ നടത്തി തന്നെയാണ് ഇത് സന്തോഷ് സെൽവമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അന്നത്തെ CCTV ദൃശ്യങ്ങളും ഇന്നിപ്പോൾ പോലീസ് വീണ്ടും അത്തരത്തിൽ വേഷമൊക്കെ ധരിപ്പിച്ച് പരിശോധിച്ചതിൽ നിന്ന് ഈ പച്ചകുത്തിയ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ സന്തോഷ് സെൽവമാണ് അന്ന് മോഷണം നടത്തിയത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രാകേഷ്, ഏതായാലും 2 പേരാണ് പിടിയിലായിരുന്നത്. അത് സന്തോഷ് സെൽവം അത്തരത്തിൽ മോഷണത്തിൽ പങ്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന കുടുംബം ഉൾപ്പെടെ പറഞ്ഞതും. ഏതായാലും അതിസാഹസികമായി തന്നെയാണ് പോലീസ് ഇന്നലെ ചാടിപ്പോയ സന്തോഷ് സെൽവത്തെ പിടികൂടിയത്. ശരീരത്തിലെ പച്ചകുത്തിയ അടയാളങ്ങൾ തന്നെയാണ് ഇതിൽ നിർണായകമായത്. എറണാകുളം കുണ്ടന്നൂരിൽ നിന്നാണ് ഇയാളെ ഇന്നലെ പിടികൂടുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നു കുറുവ സംഘാംഗം തന്നെയാണ്, സന്തോഷ് സെൽവം തന്നെയാണ് മോഷണം നടത്തിയത്. ഇനി മണികണ്ഠന്റെ ഇതിലെ പങ്കിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കണം. മാത്രമല്ല, വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കുറുവ സംഘത്തിൽപ്പെട്ട കൂടുതൽ ആളുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 14 അംഗ സംഘമാണ് ഉള്ളത്, നിലവിലെത്തിയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് വിശദീകരിക്കുകയും ചെയ്യുന്നത്.